ഹായ് ഹലോ വിക്രം വേദയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷിൻ്റെ അടുത്ത് വിക്രം കാര്യങ്ങൾ പറയുന്നുണ്ട്. വാസുവൻ മകനെ വരുണിനെ ആരോ കുത്തിക്കൊലപ്പെടുത്തി, അതിപ്പോ ഞാൻ ചെയ്തതെന്നാണ് പറയുന്നത്. ആ സമയം മാഷവൻ്റെ അടുത്ത് തൽക്കാലം നീ ഇവിടെ നിന്ന് വിട്ടു നിൽക്ക് എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. തനിക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം എടുത്ത് ആ രാത്രിക്ക് രാത്രി ആ വീടും നാടും വിട്ടു പോവാൻ തീരുമാനിക്കാണ് വിക്രം. എന്നാൽ വേദയെ ഒന്ന് കാണാതെ, അവളോട് സംസാരിക്കാതെ, അവളോട് ഈ കാര്യം ധരിപ്പിക്കാതെ എങ്ങനെ ഈ വീട് വിട്ടു പോകുമെന്നോർത്ത് വിഷമിച്ച് നിൽക്കുന്ന വിക്രം പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവന് ആ വീട് വിട്ട് ഇറങ്ങുക. എന്നാൽ വാസവന്റെ ഗുണ്ടകളും മറ്റുള്ളവരും വിക്രമിനെ തേടി ഇറങ്ങിയതോടെ തന്നെ വിക്രമിന് അധികമൊന്നും രക്ഷപ്പെടാനാവുന്നില്ല. അങ്ങനെ വിക്രം ഒളിവിൽ താമസിക്കുന്നുണ്ട്. അങ്ങനെ വേദയോട് ഈ കാര്യങ്ങൾ ധരിപ്പിച്ചതിന് ശേഷം മറ്റെവിടേക്കെങ്കിലും മാറാമെന്നാണ് അവൻ കരുതുന്നത്. അങ്ങനെ പിറ്റേ ദിവസം വിക്രമിൻ്റെ വീട് ആക്രമിക്കാനായിട്ട് ഗുണ്ടകൾ എത്തുന്നുണ്ട്. എന്നാൽ അവിടെ വിക്രമില്ലെന്ന് മനസ്സിലാക്കിയവർ മാഷിനെയും കമലാമ്മയും എല്ലാം ഉപദ്രവിക്കാണ്. അങ്ങനെ ഇരിക്കുകയാണ്. കമലാമ്മയ്ക്കാണെങ്കിലോ വയ്യാതാവാട്ടോ. ഇതെല്ലാം കണ്ട് കമലാമ്മ കുഴഞ്ഞു വീഴുന്നുണ്ട്. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാണ്. അമ്മയുടെ അവസ്ഥയറിഞ്ഞ വിക്രമിന് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. വിക്രം മുഖം മറച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് തൻ്റെ വീട്ടുകാരെ കാണാനായിട്ട്. എന്നാൽ വിക്രം എവിടെയാണെന്ന് നോക്കാനായിട്ട് എപ്പോഴും ആളുകൾ പലവിധം അവൻ്റെ കൂടെ തന്നെയുണ്ട്. എന്നാൽ വിക്രമിന് ഒരു സൂചന അവിടെ ഉണ്ടെന്ന കാര്യം അപ്പം തന്നെ പുളിക്കൻ കാണുന്നുണ്ട്. പുളിക്കൻ ശ്രീകാന്തിനെയും വിളിച്ച് വിവരം പറയാണ്. വിക്രമിനെ എങ്ങനെങ്കിലും വാസവൻ്റെ കയ്യിൽ പിടിച്ചു കൊടുക്കണം. വാസവനെ കൊണ്ട് കൊല്ലിപ്പിക്കാനുള്ള തീരുമാനം തന്നെയാണ് ശ്രീകാന്തിൻ്റെത്. എന്നാൽ വേദയ്ക്ക് പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ അറിഞ്ഞ് വേദ വല്ലാത്തൊരു വിഷമത്തിലാണ്. എങ്ങനെ വിക്രമിനെ രക്ഷിക്കുമെന്നറിയാതെ അവൾ ആകെ എല്ലാ പാടും അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ വേദ ശ്രീനിവാസൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. വിക്രം എവിടെ അറിയില്ല, അവൻ ഒളിവിൽ പോയിരിക്കുക. സത്യം എന്തായാലും അവനല്ല വരുണിനെ കൊന്നത്. അത് തെളിയും വരെ അവൻ എവിടെയെങ്കിലും മാറി നിൽക്കട്ടെ. വാസുവിൻ്റെ ആളുകളുടെ കയ്യിൽ കിട്ടിയാൽ അവന് വെറുതെ വിടില്ല. അങ്ങനെ ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. വിക്രം അത് ചെയ്തിട്ടില്ല. വാസുവിനെ അത് ബോധ്യപ്പെടുത്തുക. പക്ഷേ വാസുവൻ മകൻ മരിച്ച ദുഃഖത്തിലാണ്. ഒരിക്കലും അയാൾ ക്ഷമിക്കാനും ഇത് മനസ്സിലാക്കാനും പോകുന്നില്ല. മറ്റാരോ ആണ് വിക്രമിനെ മനഃപൂർവ്വം കുടുക്കിയതാണ്. അതെ, എനിക്ക് മനസ്സിലായി അതാരാണെന്ന കാര്യം. വിക്രം തൻ്റെ സ്വന്തം ചേട്ടനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിലോ ഫോണിലൂടെ സംസാരിക്കുന്ന കേട്ടുകൊണ്ടാണ് വേദ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് വേദക്ക് മനസ്സിലാക്കുകയാണ് തൻ്റെ ചേട്ടനാണ് തന്നെ ചതിച്ചതെന്ന കാര്യം. വിക്രമിൻ്റെ വരുണിനെ കൊലപ്പെടുത്തിയതും ചേട്ടൻ പറഞ്ഞയച്ച ആളുകളാണെന്ന കാര്യവും വേദ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ വേദ വിക്രമിൻ്റെ കൂട്ടുകാരെ വിളിക്കുന്നുണ്ട്. വിക്രം എവിടെയാണെങ്കിലും വിക്രമിനെ ഞാൻ രക്ഷിക്കുമെന്ന് അവൾ പറയുന്നുണ്ട്. എന്നാൽ വിക്രമിനെ പാഞ്ഞ് നാല് പാടും പോലീസ് ഓടാൻ. അതും പോലീസ് മാത്രമല്ല, ഗുണ്ടകളും അവന് പുറകെ ഉണ്ടാവും. അങ്ങനെ വാസവൻ തന്നെ വിക്രമിനെ കയ്യിൽ പെടുന്നുണ്ട്. വാസവൻ്റെ കയ്യിൽപ്പെട്ട വിക്രമിന് നേരെ ഒഴിക്കുന്നുണ്ട്. വിക്രമാണെങ്കിലോ ഒരു കാട്ടിലകപ്പെട്ടതായിരിക്കും. വിക്രം മരിച്ചു കഴിഞ്ഞെന്ന് മനസ്സിലാക്കിയ വാസവൻ അവിടെ നിന്ന് പോവാണ്. എന്നാൽ വിക്രമിൻ്റെ കാലിലോ ഒക്കെയാണ് കേട്ടോ ബുള്ളറ്റ് തറച്ചത്. അതോടെ തന്നെ വിക്രം പ്രയാസപ്പെട്ട് അവിടുന്ന് ഫോണെടുത്ത് വേദയുടെ ഫോണിലേക്ക് ലൊക്കേഷൻ അയക്കുക. വേദയെ വിളിക്കുന്നുണ്ട്. താനിങ്ങനെ ഒരു കാട്ടിലകപ്പെട്ടെന്നും തൻ്റെ കാലുകളെല്ലാം ബുള്ളറ്റ് കയറിയതുകൊണ്ട് തന്നെ തനിക്കൊന്നിനാവില്ലെന്നും അവനെ അറിയിക്കാനും. അങ്ങനെ ആ ലൊക്കേഷൻ നോക്കി വേദ അവിടേക്ക് പോകുന്ന സമയത്ത് വിക്രമിൻ്റെ കൂട്ടുകാരിൽ ഒരാളെ വിളിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ആ കാടെല്ലാം നോക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിലോ വിക്രമിൻ്റെ ഫോണിൽ ചാർജ് നഷ്ടപ്പെട്ടതോടെ തന്നെ വിക്രമിനെ കോൾ ചെയ്തിട്ടൊന്നും കിട്ടുന്നു പോലുമില്ല. അങ്ങനെ വേദയ്ക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ടുപേരും ഇരുട്ടിൽ അവിടെ ആകെ നോക്കുന്നുണ്ടെങ്കിലും വിക്രമിനെ തെരഞ്ഞുകൊണ്ട് വീണ്ടും ഗുണ്ടകൾ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നതും ഒക്കെ അവർ കാണുന്നുണ്ട്. അങ്ങനെ അവരുടെ എല്ലാം കണ്ണ് വെട്ടിച്ച് വേദയും അയാളും കൂടെ ചേർന്ന് വിക്രമിനെ പതിയെ പുറത്തേക്ക് റോഡിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വേദ പിന്നെ വിക്രമിനെ കൊണ്ടുപോകുന്നത് സ്വന്തം വീട്ടിലേക്കാണ്. അവിടെ വിക്രമിന് സുരക്ഷിതമായിരിക്കുമെന്ന് അവർക്കറിയാം. അവിടെ വാസവന്റെ ആളുകൾ വന്ന് ഒരിക്കലും പരിശോധിക്കില്ലെന്ന് മനസ്സിലാക്കിയ വേദ വിക്രമിനെയും കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് ആരും കാണാതെ തൻ്റെ റൂമിലേക്ക് വിക്രമിനെ കൊണ്ടുപോവാണ്. അങ്ങനെ വിക്രമൻ റൂമിൽ കിടത്തി ഹാളിലും സ്റ്റെയർ കേസിലൊക്കെ നല്ല രക്തം ഉറ്റിയിട്ടുണ്ടാവും. ആ സമയത്ത് വേദ പെട്ടെന്ന് വന്ന് അതെല്ലാം തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. രാവിലെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്തായാലും സംശയിക്കും. അങ്ങനെ വിക്രമിനെ ഇനി എങ്ങനെ പരിചരിക്കും? വിക്രമിൻ്റെ ശരീരത്തിൽ തറച്ചിട്ടുള്ള ബുള്ളറ്റ് പുറത്തെടുക്കണം, അല്ലെങ്കിൽ രക്തം നഷ്ടപ്പെട്ട് വിക്രമിൻ്റെ ജീവൻ തന്നെ ആപത്തായിരിക്കും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ വേദയുടെ ഒരു ഫ്രണ്ടുണ്ട്.
ഒരു ഡോക്ടറാണ് അവളെ വിളിക്കുന്നുണ്ട്. കാരണം അവൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് തന്നെ അവൾ ഫോണിലൂടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തരാമെന്ന് വേദയെ അറിയിക്കാണ്. പറഞ്ഞ പ്രകാരം വേദ ആ മരുന്നുകളെല്ലാം മെഡിക്കൽ സ്റ്റോറിലേക്ക് ഓടി മരുന്നുകളെല്ലാം വാങ്ങിക്കുന്നുണ്ട്. അതിനുശേഷം തൻ്റെ റൂമിലേക്ക് വീണ്ടും വരികയാണ്. വിക്രമിൻ്റെ മുറിവെല്ലാം ഡ്രസ്സ് ചെയ്യും കുത്തിക്കയറിയിട്ടുള്ള ബുള്ളറ്റ് എടുക്കുകയും ചെയ്യാണ്. ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് വേദ അതെല്ലാം ചെയ്യുന്നത്. അതിനുശേഷം അവൾ ആ മുറിവെല്ലാം മരുന്ന് വെച്ച് കെട്ടുന്നുണ്ട്. അങ്ങനെ വിക്രമി ഇന്ന് രാത്രി ഉറങ്ങാൻ പാടില്ല. കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വലിയൊരു വിഷയമാവും. അതുപോലെ BP കൂടുന്നതെല്ലാം ശ്രദ്ധിക്കണം. അതെല്ലാം നോക്കിക്കൊണ്ട് വേദ അവിടെ തന്നെ ഉണ്ടാവും. വിക്രമിനെ ഉറങ്ങാൻ സമ്മതിക്കാതെ അന്ന് രാത്രി അവൾ ഒരു 2-3 മണിക്കൂറെങ്കിലും വിക്രം ഉണർന്നിരിക്കണം എന്ന് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേത് രാവിലെ ആകുമ്പോൾ രക്തത്തിൻ്റെയൊക്കെ ഒരു കുറച്ചിൽ നിന്നിട്ടുണ്ടാകും. രക്തം വല്ലാതെ പുറത്തേക്ക് വരുന്നതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ വേദയും വിക്രമും ആ റൂമിലായിരിക്കും. ആർക്കും തന്നെ സംശയമില്ല. അങ്ങനെ രാവിലെ എണീറ്റ വേദയാണെങ്കിലോ പതിവിലും കൂടുതൽ ഭക്ഷണം എടുത്തുകൊണ്ട് മുകളിലേക്ക് പോന്ന് കാണുമ്പോൾ വർഷ സംശയത്തോടെ അവളെ നോക്കുക. ഇതെന്താ നീ ഇവിടെ ഇരുന്ന് കഴിക്കാത്തത്? നീ എന്തിനാ ഇത്ര കുറേ ഭക്ഷണം എടുക്കുന്നത്? എനിക്കിവിടെ ആരുടെയും കൂടെ ഇരുന്ന് കഴിക്കാൻ താല്പര്യമില്ല. എനിക്കിപ്പോൾ നല്ല വിശപ്പാണ്, ഇടയ്ക്കിരുന്ന് കഴിക്കാലോ എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ പ്ലേറ്റിലേക്ക് 2 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് മുകളിലേക്ക് പോകുമ്പോൾ ശ്രീകാന്ത് അവളെ തറപ്പിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണമെല്ലാം വിക്രമിന് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ശ്രീകാന്ത് ഇങ്ങനെ ആലോചിക്കുകയാണ്. വേദിയുടെ മാറ്റം പഴയതുപോലല്ല. പഴയ ഒരു പ്രസരിപ്പും കാര്യങ്ങളും അവളുടെ മുഖത്ത് വന്നിട്ടുണ്ട്. വിക്രം എവിടെയാണെന്ന കാര്യം അവൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ടാണ് എന്നാണ് കേട്ടോ ശ്രീകാന്തും ചിന്തിക്കുന്നത്. അങ്ങനെ വേദിയോട് വിക്രം പറയുന്നുണ്ട്, ഒരിക്കലും ഞാനല്ല വരുണിനെ കുത്തിയത്. എന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. എന്നെ കൊലയാളിയാക്കണം, കൂടെ വരുണും മരിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരാരോ ആണ് അത് ചെയ്തത് മറ്റാരുമല്ല, എൻ്റെ ചേട്ടൻ ശ്രീകാന്ത് തന്നെയാണ്. വരുണിനെ കൊലപ്പെടുത്തി വിക്രമിൻ്റെ മേല് ആ കുറ്റം ആരോപിച്ച് വിക്രമിനെയും വരുണിനെയും ഒരുമിച്ച് ഇല്ലാതാക്കാൻ തന്നെയാണ് എൻ്റെ ചേട്ടൻ്റെ തീരുമാനം. സകല തെളിവോടുകൂടെ അതിനെ പുറത്തു കൊണ്ടുവരും. എൻ്റെ ചേട്ടൻ മാത്രമല്ല പ്രതിയായിട്ടുള്ളത്. അതെ, ആ വാർഷിച്ചേച്ചിയുടെ അച്ഛനും കൂടെയാണ് അതിന് പ്രതിയായിട്ടുള്ളത്. ആ കാര്യം അധികം വൈകാതെ ഞാൻ പുറത്തു കൊണ്ടുവരും. ഇതെല്ലാം അതിന് തുടക്കം മാത്രമാണ്. അങ്ങനെ വിക്രമിനെ പരിചരിക്കുന്നുണ്ട്. 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വിക്രം ആരും കാണാതെ ആ വീടിന് വെളിയിലേക്ക് പോകുന്നത്. എന്നാൽ അപ്പോഴേക്കും വേദ ഈ കേസ് കോടതിയിൽ എത്തിയിട്ടുണ്ടാവും. പരമാവധി വാസവനെ പറഞ്ഞ് മനസ്സിലാക്കണം വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. എന്നാൽ വിക്രമിനെ പിടിക്കാനായിട്ട് വാസവൻ്റെ ഗുണ്ടകൾ 4 പാടും ചിതറി ഓടുന്നുണ്ട്. വിക്രം എവിടെയാണ് ഒളിച്ചതെന്ന് പോലും ആർക്കും അറിയില്ല. വേദയുടെ സംരക്ഷണത്തിലായതുകൊണ്ട് തന്നെ വിക്രം എവിടെയാണെന്ന് ആർക്കത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ കേസ് കോടതിയിലെത്തി. വിക്രമിന് വേണ്ടി വാദിക്കാൻ വേദ തന്നെയാണ് തയ്യാറായത്. അവളുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു ശ്രീകാന്തിനെതിരെയുള്ള. അങ്ങനെ കോടതിയിൽ കേസ് വാദിക്കുമ്പോൾ വിക്രമിന് ജയിലിലോട്ട് പോയാലും പുറത്തു വന്നാലും അവരെ ഞാൻ വെറുതെ വിടില്ല എന്നൊരു നിലപാടിലായിരുന്നു വാസവൻ. എന്ന കോടതിക്കുള്ളിൽ നടന്ന എല്ലാ കാര്യങ്ങളും കേട്ട വാസവന് മനസ്സിലാവാണ് തൻ്റെ മകനെ കൊന്നത് വിക്രമല്ലെന്നും എല്ലാത്തിനും തൻ്റെ കൂടെ നിന്ന് തന്നെ ചതിച്ച ശ്രീകാന്താണെന്ന കാര്യം മനസ്സിലാക്കിയ വാസവൻ പിന്നെ വെറുതെ ഇരുന്നില്ല. ശ്രീകാന്തിന് നേരെ പാഞ്ഞു വരുന്നുണ്ട്. എന്നാൽ പോലീസുകാരെല്ലാവരും കൂടെ ചേർന്ന് പിടിച്ചു മാറ്റാണ്. കയ്യിൽ വിലങ്ങ് വെച്ച് ശ്രീകാന്തിനെ അവിടെ നിന്ന് കൊണ്ടുപോവാട്ടോ. ആ സമയത്ത് ശങ്കരനാരായണൻ തനിക്ക് ഇങ്ങനൊരു മകനില്ലെന്നും എല്ലാത്തിനും ചതിയനായ തനിക്ക് ഇതുപോലൊരു മകനിന് വേണ്ടെന്നും തന്നെ തറപ്പിച്ച് പറയുന്നുണ്ട്. പരമാവധി ജീവപര്യന്തം തന്നെയാട്ടോ ശ്രീകാന്തിനെ നേടിക്കൊടുക്കുന്നത്. ഒരു ദയവുമില്ലാതെ വേദ ആ ഒരു കാര്യം തന്നെയാട്ടോ തീരുമാനം. ഒരാളെ കൊലപ്പെടുത്തി ഇത്രയും ക്രൂരനായ ഒരു ചേട്ടന് തനിക്ക് യാതൊരു ദയം തോന്നില്ല എന്ന രീതിയിൽ തന്നെയാട്ടോ വേദ കേസെല്ലാം വാദിക്കുന്നത്. അങ്ങനെ ശ്രീകാന്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തൻ്റെ വരുണിനെ ഇല്ലാതാക്കിയവനെ താൻ ഒരു നിമിഷം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ ഞാൻ അനുവദിക്കില്ല, അത് തൻ്റെ ആരായാലും എന്നുറപ്പിച്ച ദീപ്തി അവൻക്ക് നേരെ കത്തിയുമായിട്ട് പാഞ്ഞെടുക്കുന്നുണ്ട്. മോളെ, അരുത്, നിന്റെ ജീവിതം നശിപ്പിക്കരുത്. നീ എൻ്റെ വരണിനെ കൊന്നവനെ ഞാൻ വെറുതെ വിടില്ല വേദേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തിയെ പോലെ അലറി വിളിക്കുന്ന ദീപ്തിയെ അവളിങ്ങനെ കയ്യിലൊതുക്കാണ്. പിടിച്ചിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ അവളിങ്ങനെ പിടിച്ചൊതുക്കുന്നുണ്ട്.
എന്നാൽ ശ്രീകാന്തിനെ ഒരു പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ വാസവനും തന്നെ അവനെ അവിടെ ഇട്ട് തീർക്കും എന്നൊരു ദൃഢനിശ്ചയം എടുത്തോണ്ടാട്ടോ തൻ്റെ മകനെ കൊന്നവനെ ഒരിക്കലും ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. അങ്ങനെ ആരുടെയെങ്കിലൊക്കെ കയ്യാൽ തീരുന്ന ശ്രീകാന്തിൻ്റെ ജീവിതമായി മാറുകയാണ്.